കോഴിക്കോട്. അതെ അതെ. കോസ്റ്റ്യൂമ് സ്വന്തം ഡിസൈൻ. അതെ അതെ. അതാ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അതെ, ഇത് മാസമായി. കാരണം രണ്ട് മേക്ക് ഓവർ, പിന്നെ DJM, പിന്നെ അതിന്റെ ആ ഫൈറ്റ്, ഇത് ലെവല് വേറെ. ഞങ്ങൾക്ക് സൂര്യയുടെ ലെവല്, സൂര്യ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് വേറെ ലെവൽ, സൂപ്പർ ഡൂപ്പർ ലെവൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു മൂവി കാണാൻ വന്നിരിക്കുവാണ്. നമ്മുടെ സൂര്യയുടെ പുതിയ മൂവിയായ കൺകുവ. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇപ്പോൾ ആൾക്കാർ ഇറങ്ങാറായി. ഞാൻ 7:30 ഷോയ്ക്കാണ് ഞാൻ കാണാൻ പോകുന്നത്. എന്തായാലും ഫസ്റ്റ് ഷോ കണ്ടിറങ്ങുന്നവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാം. അതിനുവേണ്ടി ഇപ്പോൾ കട്ട വെയിറ്റിങ്ങിലാണ്. പടം ഇതേ ഇപ്പോൾ കഴിയാറായി. ഇപ്പോൾ ഞാനുള്ളത് വനിതാ വിനീതയിലാണ്. എന്തായാലും അവരുടെ അഭിപ്രായങ്ങൾ നമുക്കറിയാം. ഇത് മാസമായി. കാരണം രണ്ട് മേക്ക് ഓവർ, പിന്നെ DJM, പിന്നെ അതിന്റെ ആ ഫൈറ്റ്, ഇത് ലെവല് വേറെ. ഞങ്ങൾക്ക് സൂര്യയുടെ ലെവല്, സൂര്യ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് വേറെ ലെവൽ, സൂപ്പർ ഡൂപ്പർ ലെവൽ, സൂപ്പർ ഡൂപ്പർ ലെവൽ. കിടക്കാച്ചതിന്റെ പടം സൂര്യയുടെ ജീവിതത്തിലുള്ള വെറൈറ്റി പടമായിരുന്നത്. ഇപ്രാവശ്യം കയറും, കിടക്കാച്ചേക്ക് നാൾക്ക് കയറും. ഇത് ഓരോന്നില്ല. സൂര്യ രണ്ട് ഗെറ്റപ്പ് വെറൈറ്റി പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ കണ്ണിനൊക്കെ വെള്ളം വന്നു ആ ഫീലിങ്സ് ഒക്കെ ആയിട്ട്. ഇത് ഇപ്രാവശ്യം 100-ന് മേലെ റോക്കറ്റ് പോലെ കയറും. സംഗതി കിടക്കാച്ച ചെയ്തിട്ടുണ്ട്. കാരണം സൂര്യയുടെ ഇതില് ഇങ്ങനത്തെ വെറൈറ്റി പടം ഞാൻ ആദ്യമായിട്ട് കയറും. അവിടെ സിംഗൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങോട്ട് മൂട് പടം ഒന്നും ഒരു രക്ഷയില്ല, റോമാൻസ് പറ്റില്ല. കണ്ണീര് വെള്ളം വന്നു. ഇതന്നെ ഇപ്രാവശ്യം ഇനി പാരാട്ടെന്ന് പറയും. എനിക്ക് നല്ല ഫീൽ ആയിട്ട് തോന്നി. ഇപ്രാവശ്യം ഇത് കയറും, കിടക്കാച്ചിട്ടുണ്ട്. കാരണം റോമാൻസ് വന്നില്ല, ശരിക്കും കണ്ണിന് വന്നു. പിന്നെ 3D ആണ്. കല്ലും ബോംബൊക്കെ ഉള്ളിരിക്കാൻ വന്നത്. ഒന്നും പറയണ്ട, സൂപ്പർ ആയിട്ടുണ്ട്. രക്ഷയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ബ്രോ ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? കോഴിക്കോട്. അതെ അതെ. കോസ്റ്റ്യൂമ് സ്വന്തം ഡിസൈൻ. അതെ അതെ. അതാ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അതെ ഗൈസ്, ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞു വന്നവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഒരു ആവറേജ് ആണ്. ചിലർ മോശം എന്ന് പറയുന്നുണ്ട്, ചിലർ നല്ലതെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഞാൻ കണ്ടിട്ട് പറയാം എൻ്റെ അഭിപ്രായം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഏതായാലും ഞാൻ കണ്ടിട്ട് വരാം. ഗൈസ്, ഫസ്റ്റ് ഹാഫ് അങ്ങനെ കണ്ടിരിക്കുവാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറ്റം അതിലെടുത്ത് പറയാനൊന്നുമില്ല, എന്നാലും ഇച്ചിരി ഓവറായി പോയോ എന്നൊരു സംശയം. അഭിപ്രായങ്ങൾ പറയാറായിട്ടില്ല, എന്തായാലും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പറയാം. ഗൈസ്, ഫൈനലി കൺകുവ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ്. സെക്കൻഡ് ഹാഫും കണ്ടു. പടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അവിടെ പറയാൻ പോകുന്നത്. സൂര്യ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക്, ഞാനൊരു സൂര്യ ഫാനുമാണ്, സൂര്യ ഫാനും കൂടിയാണ്. അപ്പോൾ എൻ്റെ പേര് വിജയാണെങ്കിലും ഞാനൊരു സൂര്യ ഫാനാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് പടം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പടം മോശമാണോയെന്ന് വെച്ചാൽ മോശമല്ല. പടത്തിൽ കുറേ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കൊള്ളാം. പിന്നെ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഒരു 1 ടൈം വാച്ചബിൾ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ സ്പോയിലർ ആവും. പിന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ട്.
എനിക്ക് പടം അത്ര ഇഷ്ടപ്പെട്ടെങ്കിലെങ്കിലും നമ്മുടെ സൂര്യ എന്നൊരു നടനുണ്ട്. ആ നടൻ്റെ അഭിനയ മികവ് അത് ഈ സിനിമയിൽ ശരിക്കും തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യം ഈ പടം ഇപ്പം ഈ പടം കണ്ടാലും നമ്മളൊരു സൂര്യ ഫാനായി മാറും. അത്രയ്ക്കും അദ്ദേഹം നല്ല കഷ്ടപ്പെട്ട് നല്ല കിഡിലെന്ന് വെച്ചാൽ കിഡിലോസ്കി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് അഭിനയത്തെ പറ്റി പറയുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറ. എൻ്റെ അഭിപ്രായങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇനി സപ്പോർട്ട് ചെയ്യുക. ഇനിയും വേണം നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്, സിയാ.